പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുക. കഴിഞ്ഞ ദിവസം കൊണ്ട് മാരേജ്, ഫാമിലി ലൈഫ്, ആ ടോപ്പിക്കുകളൊക്കെ നിർത്തിയിട്ടിട്ട് ഓരോ ദിവസവും ഡെയിലി ഡിവോഷനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്ന ടോപ്പിക്ക് സംസാരിപ്പാൻ പ്രിയപ്പെട്ടവരെ ഞാൻ ആഗ്രഹിക്കുക. നിങ്ങളൊക്കെ സൗഖ്യമായിരിക്കുന്നുവല്ലോ. ഹോൾമാർക്ക് ഇന്ത്യയിൽ വരുന്നത് വരെ മദേഴ്സ് ഡേ എന്നൊന്നും പറഞ്ഞ് ഇവിടെ ആഘോഷമില്ലായിരുന്നു. എന്നാൽ മദേഴ്സ് ഡേ, ഫാദേഴ്സ് ഡേ ഒക്കെ ഹോൾമാർക്ക് ഇന്ത്യയിൽ കൊണ്ടുവന്നു. ഒത്തിരി ഗിഫ്റ്റുകളും കാർഡുകളുമൊക്കെ വിറ്റഴിക്കപ്പെടുന്നു. ഓക്കെ, ഗിഫ്റ്റുകളൊക്കെ അമ്മമാർക്ക് കൊടുക്കുന്നുണ്ട്. എന്നാൽ അമ്മമാർ തരുന്ന ഗിഫ്റ്റിനെ കുറിച്ച് എത്ര പേർ വിചാരിക്കുന്നുണ്ട്? എത്ര പേർക്ക് അറിയാം? ബില്ലി സൺഡേ ഒരു വിസിറ്റിംഗ് പാസ്റ്ററുടെ കഥ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ വിസിറ്റിംഗ് പാസ്റ്റർ ഒരു വീട്ടിൽ ചെന്നിട്ട് അവിടുത്തെ അമ്മയെ കാണണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ മകൻ വന്ന് വാതിൽ തുറന്നിട്ട് പറഞ്ഞു, 9 തൊട്ട് 10 വരെയുള്ള സമയം എൻ്റെ അമ്മ പ്രാർത്ഥിക്കുക, അതുകൊണ്ട് കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. താനൊരു 40 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തു. ഈ അമ്മ പുറത്തു വന്നപ്പോൾ തൻ്റെ മുഖത്തുനിന്ന് വന്ന പ്രകാശം ആ ഭവനത്തെ മുഴുവൻ വിളങ്ങി ശോഭിപ്പിക്കുന്നത് പോലെ തനിക്ക് തോന്നി. ഒട്ടും അതിശയമില്ലല്ലോ. തൻ്റെ 2 മക്കളും ദൈവത്തെ സേവിക്കുവാൻ ഇറങ്ങിത്തിരിച്ചു. തൻ്റെ ഒരു മകള് ഒരു വുമൺ മിഷണറിയായിട്ട് മാറി. ബില്ലി സൺഡേ കമൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെ: ഹെൽ കനോട്ട് സെപ്പറേറ്റ് എ സൺ ഓർ ഡോട്ടർ എവേ ഫ്രം എ പ്രേയിങ് മദർ. എല്ലാവർക്കും സൂസന്ന വെസ്ലി അറിയാം. 17 മക്കൾ തനിക്കുണ്ടായിരുന്നു. മുറി അടച്ചിട്ടിരുന്ന് ദൈവവുമായി ഒറ്റയ്ക്കിരുന്ന് തൻ്റെ മക്കൾക്ക് വേണ്ടി അവൾ പ്രാർത്ഥിക്കുമായിരുന്നു. ചാൾസ് വെസ്ലി, ജോൺ വെസ്ലി ഫ്രാൻസിലൊക്കെ രക്തപ്പുഴ ഒഴുകിയ സമയത്ത് ഇംഗ്ലണ്ടിൽ റിവൈവൽ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചു. നമുക്ക് നമ്മുടെ അമ്മമാരുടെ പ്രാർത്ഥനകൾ ഓർക്കുന്നുണ്ടോ? എബ്രഹാം ലിങ്കൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: ദോസ് പ്രേയേഴ്സ് ഹാവ് ഫോളോഡ് ആൻഡ് ക്ലങ് ടു മീ ത്രൂ ഔട്ട് മൈ ലൈഫ്. 1 യോഹന്നാൻ 5:14 ഇങ്ങനെ പറയുന്നത്: അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യം ആകുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഒരു വാക്യം ഞാൻ പറഞ്ഞോട്ടെ. സദൃശ്യവാക്യം 23:25, പ്രോവേർബ്സ് ചാപ്റ്റർ 23 വേഴ്സ് 25. നിൻ്റെ അമ്മയപ്പന്മാർ സന്തോഷിക്കട്ടെ, നിന്നെ പ്രസവിച്ചവൾ ആനന്ദിക്കട്ടെ. ദൈവത്തിലേ, നിൻ്റെ അമ്മ നിൻ്റെ മിനിസ്ട്രി പാർട്ട്ണറായിട്ട് ഒന്ന് തീരട്ടെ. നീ പറഞ്ഞില്ലെങ്കിൽ പോലും അവൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സ്നേഹത്തോടുകൂടിയ പ്രാർത്ഥന എപ്പോഴും മക്കൾക്ക് വേണ്ടി ഒരമ്മയുടെ ഹൃദയത്തിൽ നിന്ന് റേഡിയേറ്റ് ചെയ്യും. ഞാൻ പറയും, അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ അമ്മയെ അമ്മ എന്ന് വിളിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. നിങ്ങളൊക്കെ ഫ്രഞ്ച് സ്കോളറായിട്ട് ഇരുന്ന ലിറ്റർ എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹ്യൂമൻ വിസ്ഡത്തിൽ താൻ ഉയർന്ന വിദ്യാഭ്യാസം കരസ്ഥമാക്കിയ വ്യക്തിയാണ്. പക്ഷേ ദൈവത്തിന് താൻ വലിയ പ്രാധാന്യം തൻ്റെ ജീവിതത്തിൽ കൊടുത്തില്ല. ഹി ഡിഡ്ന്റ് കെയർ അബൌട്ട് ഗോഡ്. എന്നാൽ തൻ്റെ ഭാര്യ ഒരു ഭക്തയായ സ്ത്രീയായിരുന്നു. അതുകൊണ്ട് വളരെ നല്ല ഒരു മകളുടെ അപ്പനാകുവാൻ ഈ ലിറ്ററിന് കഴിഞ്ഞു. ഈ സയൻറ്റിസ്റ്റ് ഒരിക്കൽ തൻ്റെ ഭാര്യയോട് പറഞ്ഞു,
നീ ഏത് റിലീജിയനാണ് ഫോളോ ചെയ്യുന്നത്, അതൊക്കെ നീ നിൻ്റെ മകളെ പഠിപ്പിച്ചു. നിൻ്റെ മകൾ അത് ഫോളോ ചെയ്തോട്ടെ. പക്ഷേ നിൻ്റെ മകൾക്ക് 15 വയസ്സാകുമ്പോൾ നീ അവളെ എൻ്റെ അടുക്കൽ നിന്ന് കൊണ്ടുവരണം. ഞാനപ്പോൾ എൻ്റെ വ്യൂസ് എല്ലാം അവളോട് പറയും. എന്നിട്ട് അവൾക്ക് ഇഷ്ടമുള്ളത് അവൾ ചൂസ് ചെയ്യട്ടെ. അവൻ പറഞ്ഞ ടേംസൊക്കെ ഈ അമ്മ അങ്ങ് അക്സെപ്റ്റ് ചെയ്തു. വർഷങ്ങൾ കഴിഞ്ഞു. ആ മകളുടെ 15ാമത്തെ ബർത്ത്ഡേ വന്നു. ഹസ്ബൻഡിൻ്റെ സ്റ്റഡി റൂമിലേക്ക് ഈ മകളുമായിട്ട് തൻ്റെ ഭാര്യ കടന്നു ചെന്നു. നീ എന്നോട് പറഞ്ഞത് ഓർക്കുന്നോ 15 വർഷം മുമ്പ്? ഇന്ന് നിൻ്റെ മകൾക്ക് 15 വയസ്സാവുക. നീ എന്ത് പറഞ്ഞാലും ബഹുമാനത്തോടെ അവൾ അത് കേൾക്കും, സ്വീകരിക്കും. ഞാൻ അവളെ നിൻ്റെ അടുക്കൽ എത്തിക്കട്ടെ? ഓഫ് കോഴ്സ്, ആ മനുഷ്യൻ പറഞ്ഞു. പക്ഷെങ്കിൽ എന്തു പറ്റിയെന്നറിയാമോ? താൻ തൻ്റെ ഭാര്യയോട് പറഞ്ഞു, പ്രിയപ്പെട്ടവളെ, നമ്മുടെ മകളെ നീ നല്ലതായി വളർത്തി. യു ഹാവ് മെയ്ഡ് അവർ ഡോട്ടർ എ ഗുഡ്, ലവിങ്, സിമ്പിൾ, ഇൻ്റലിജൻറ്റ് ആൻഡ് ഹാപ്പി ചൈൽഡ്. ഞാനീ പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, എൻ്റെ വാക്കല്ല, അദ്ദേഹം പറഞ്ഞ വാക്ക്. ഗുഡ്, ലവിങ്, സിമ്പിൾ, ഇൻ്റലിജൻറ്റ് ആൻഡ് ഹാപ്പി. എന്നിട്ട് പറയാ, എൻ്റെ ഐഡിയാസൊക്കെ എനിക്ക് നല്ലതായിട്ടിരുന്നോട്ടെ. ഈ ഐഡിയാസ് നിൻ്റെ മകൾക്ക് നല്ലതായിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഈ ഐഡിയാസ് ചിലപ്പോൾ അവളെ നശിപ്പിച്ചേക്കാം. പക്ഷേ നിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ, ഈ കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ നിന്നെ അനുഗ്രഹിക്കുക. ഭാര്യയോട് പറയുക, എന്തിനാണെന്നറിയാമോ? നീ അവൾക്ക് വേണ്ടി ചെയ്ത എല്ലാ കാര്യത്തിനും. പ്രൈസ് ഗോഡ്. ഒരു വാക്യം കൂടെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ. സദൃശവാക്യം 18:22. പ്രോവേർബ്സ് ചാപ്റ്റർ 18 വേഴ്സ് 22. ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു, യഹോവയോട് പ്രസാദം ലഭിച്ചുമിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഒരു കുടുംബത്തെ പണിതെടുക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. ഒരു ബിൽഡിംഗ് ടീമാണത് കുടുംബം. ബലഹീനതകളുള്ളവർ കാണും, ശക്തിയുള്ളവർ കാണും. പക്ഷേ ഓരോരുത്തർക്കും ദൈവം തന്നിരിക്കുന്ന ആ റോളുണ്ടല്ലോ, അത് നല്ലവണ്ണം നിവർത്തിച്ചെടുക്കുക. ഈച്ച് ഹാസ് എ റോൾ ടു പ്ലേ ആൻഡ് കോംപ്ലിമെൻറ്റ് ഈച്ച് അതർ. മറന്നു പോകരുതേ. ദേ നീഡ് അപ്രിസിയേഷൻ. ഞാൻ ചോദിക്കട്ടെ ഇന്ന് രാവിലെ കാലം, വാട്ട് കൈൻഡ് ഓഫ് അപ്രിസിയേഷൻ ഹാവ് യു ഗിവൺ യുവർ ടീം മെമ്പേഴ്സ്? പ്രൈസ് ഗോഡ്. സദൃശവാക്യം 31:28 ഇങ്ങനെ പറയുന്നു, അവളുടെ മക്കൾ എഴുന്നേറ്റ് അവളെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തുന്നു. നമുക്കറിയാം, അനേക ബൈബിൾ ട്രാൻസ്ലേഷൻസ് ഉണ്ട്. 4 പാസ്റ്റേഴ്സ് ആ ട്രാൻസ്ലേഷൻ്റെ ഒക്കെ അഡ്വാൻറ്റേജസ് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമായിരുന്നു. ഒരാൾ പറഞ്ഞു തനിക്കിഷ്ടം കിങ് ജെയിംസ് ട്രാൻസ്ലേഷനാണ്, കാരണം അതിൻ്റെ സിംപ്ലിസിറ്റിയും മനോഹാരിതയും കൊണ്ടാണെന്ന്. വേറൊരാൾ പറഞ്ഞു അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷനാണ് ഇഷ്ടം, കാരണം അത് ഹീബ്രു, ഗ്രീക്ക് ഈ 2 ഭാഷയുടെ ഒറിജിനലുമായിട്ട് വളരെ സാമ്യമുണ്ടെന്ന്. ഉടനെ മൂന്നാമത്തെ ആൾ പറഞ്ഞു മോഫറ്റ്സ് ട്രാൻസ്ലേഷനാണ് ഇഷ്ടം, കാരണം അതിനകത്ത് ഏറ്റവും റീസെൻ്റായിട്ടുള്ള വൊക്കാബുലറി നമുക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. 4ാമത്തെ പാസ്റ്റർ സൈലൻ്റ് ആയിരുന്നു. നിൻ്റെ ഒപ്പീനിയൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ താൻ പറഞ്ഞു, ഐ പ്രിഫർ മൈ മദേഴ്സ് ട്രാൻസ്ലേഷൻ. ആ മറ്റേ 3 പേരും ഷോക്ക്ഡായിപ്പോയി ഇങ്ങനെ കേട്ടപ്പോൾ. ഇദ്ദേഹം എന്ത് പറഞ്ഞെന്നറിയാമോ?
യെസ്, എൻ്റെ അമ്മ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യും into her everyday life. And it is the most convincing translation I have ever seen. ദൈവമക്കളെ, ഹെൻറി വാട്ട് ബീച്ചർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മദേഴ്സ് ഹാർട്ട് ഈസ് എ ചൈൽഡ്സ് ലേണിംഗ് സ്പേസ്. പ്രിയപ്പെട്ട അമ്മമാരെ, ഞാൻ പറയട്ടെ, യുവർ സ്റ്റോറി ഈസ് എ സ്റ്റോറി that your children will often tell. അവർക്ക് നല്ല അഭിമാനമായിരിക്കണം നിൻ്റെ സ്റ്റോറി പറയാൻ. അവർ പറയും, ദൈവവചനത്തിൻ്റെ സത്യം നീ അവരെ എങ്ങനെയാണ് പഠിപ്പിച്ചതെന്ന്. ഒരു സാക്ഷ്യമുള്ള യേശു കർത്താവിൻ്റെ സാക്ഷ്യത്തോടുകൂടി നിൽക്കുന്ന ഒരു നല്ല ജനറേഷനെ എല്ലാ അമ്മമാർക്കും വളർത്തിയെടുക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ നല്ല സാക്ഷികളായിട്ട് കർത്താവെ, അമ്മമാരാകുന്ന ഞങ്ങളെ ജീവിപ്പാൻ, മാതാപിതാക്കളാകുന്ന ഞങ്ങളെ ജീവിപ്പാൻ, ഞങ്ങളുടെ ടീച്ചിങ്ങും ഞങ്ങളുടെ പ്രീച്ചിങ്ങും ഞങ്ങളുടെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിരിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മാതൃകയുള്ളവരായി ജീവിപ്പാൻ കർത്താവേ നീ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ്.